നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. ടിപ്പർ ആൻഡ് എർത്ത് മൂവേഴ്സ് സമിതി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നവംബർ 4-ന് പൊയിനാച്ചി രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ജവഹർ ബാലജനവേദി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ സംഘടിപ്പിച്ച ചങ്ങാതിക്കൂട്ടം വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില തുടർച്ചയായ 4-ാം ദിവസവും താഴ്ന്നു. ശനിയാഴ്ച 160 രൂപ താഴ്ന്ന് 22,400 രൂപയിലെത്തി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിച്ചു. ജനങ്ങളുടെ സഹാനുഭൂതി ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ വീടിന് മുമ്പിൽ പോകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഉത്തരം പറയേണ്ടത് 68-ൽ ഇങ്ങനൊരു സമരം തുടങ്ങിയിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ്. അതിനാദ്യം ജനങ്ങളോട് ഉത്തരം പറയേണ്ടത്. ഈ സമരം ലക്ഷ്യത്തിലെത്തുന്നത് വരെ തുടരും. ഇപ്പോൾ ഉമ്മൻചാണ്ടി പല സ്ഥലത്തും പോകുന്ന സ്ഥലത്ത് കരിങ്കൊടി പ്രകടനമുണ്ട്. കരിങ്കൊടി പ്രകടനം നടത്തുന്ന ഇടങ്ങളിലൊക്കെ പോലീസ് തടഞ്ഞു വെക്കുന്നു. ചില സ്ഥലത്ത് ആളെ പിടിച്ചുകൊണ്ടു പോകുന്നു. തിരുവനന്തപുരത്ത് കരിങ്കൊടി പ്രകടനം നാടിക്കളിച്ചൊരു യുവാവിനെ പിടിച്ചുകൊണ്ടുപോയി ജനനേന്ദ്രിയം പൊട്ടിച്ചു. ഒരു ജയപ്രകാശിനെ ജനനേന്ദ്രിയം പൊട്ടിക്കുന്നു എന്ന് കേട്ടാൽ ഉമ്മൻചാണ്ടി നിരുത്തത് ഇനി ആരും സമരത്തിന് വരില്ല. കാരണം ജനനേന്ദ്രിയം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ ആൾ പുറത്തിറങ്ങില്ലെന്നാണ് ഉമ്മൻചാണ്ടി കരുതുന്നതെങ്കിൽ അതിനുശേഷമാണ് സമരത്തിൻ്റെ ശക്തി കൂടിയത്. ഈ ജനനേന്ദ്രിയം പൊട്ടിക്കാം എന്നുള്ള ഈ പരിപാടി പോലീസിന് ആരാണ് പറഞ്ഞു കൊടുത്തത്? ഇതുവരെ കേരളത്തിൽ ഇമാതിരി ഒരു പരിപാടി പോലീസ് നടത്തിയിട്ടില്ല മുമ്പൊന്നും. ഇപ്പം പല സ്ഥലത്തും ഇമാതിരി ആക്ഷേപം കേട്ടു തുടങ്ങി. ഇന്നിപ്പം ഞാൻ വരുമ്പോൾ CN ചന്ദ്രൻ അത് പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് ഒരാളെ പിടിച്ചുകൊണ്ടുപോയി ജനനേന്ദ്രിയം പൊട്ടിച്ചു. എന്നാൽ ഈ സമരത്തിന് പോകുന്ന ആളുകളെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പോലീസുകാർക്ക് പ്രയോഗിക്കാനുള്ള ചില ഉപകരണങ്ങളൊക്കെ നിയമാനുസൃതമായി കൊടുത്തിട്ടുണ്ട്. ലാത്തി പോലീസിനുണ്ട്. ലാത്തി പോലീസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ലാത്തി പ്രയോഗിക്കാറില്ല. നമ്മുടെ കയ്യിൽ ലാത്തി ഇല്ല. ലാത്തിക്ക് പകരം വടിയെടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുമില്ല. അതുകൊണ്ട് പോലീസുകാർക്ക് ഇങ്ങോട്ട് നല്ലോണം തല്ല. കാരണം നമ്മുടെ കയ്യിൽ തിരിച്ചൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് തല്ലുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? പോലീസിൻ്റെ കയ്യിൽ തോക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്ക് വെടിവെക്കാം. സമരത്തിന് പോകുന്നവൻ്റെ കയ്യിൽ തോക്കില്ല. അപ്പം ഏകപക്ഷീയമായിട്ടാണ് ഈ വെടി ഇങ്ങോട്ട് വരുന്നത്. നമ്മളിപ്പോൾ തോക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. പോലീസുകാരുടെ കയ്യിൽ ഗ്രനേഡുണ്ട്, നമ്മളെ കയ്യിൽ സമരത്തിന് പോകുന്നവൻ്റെ കയ്യിൽ ഗ്രനേഡ് ഇല്ല. അതുകൊണ്ട് അവൻ എറിഞ്ഞാൽ ശ്വാസതടസ്സം വന്ന് വീഴുക എന്ന് മാത്രമേ വഴിയുള്ളൂ. തിരിച്ചങ്ങോട്ട് നമ്മളിപ്പോൾ ഒന്നും പ്രയോഗിക്കാൻ നമുക്ക് കഴിയില്ല. യുദ്ധത്തിന് പോകുന്നതല്ല നമ്മൾ, സമരത്തിന് പോകുന്നതാണ്. എന്നാൽ ഇങ്ങനെ സമരത്തിന് പോകുന്നവനെ പോലീസുകാർക്ക് കൊടുക്കാത്ത ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി അവൻ്റെ കയ്യിലുള്ള കൈ ഉപയോഗിച്ചിട്ടാണ് ഈ ജനനേന്ദ്രിയം പൊട്ടിക്കുന്നത്. പക്ഷെ പോലീസുകാരുടെ മാത്രമല്ല 2 കൈ ഉള്ളത്. ഈ സമരത്തിന് പോകുന്നവൻ്റെ കയ്യിലും 2 കൈ ഉണ്ട് എന്ന് പോലീസ് ഓർക്കണം. ഇങ്ങോട്ട് പിടിക്കാൻ തുടങ്ങിയാൽ അതേപോലെ തിരിച്ചങ്ങോട്ടും പിടിച്ചാൽ പോലീസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോലീസിന് പിടിക്കാൻ പറ്റുന്നത് പോലെ അങ്ങോട്ടും പിടിക്കാൻ പറ്റുന്നൊരു പരിപാടിയാണിത്. ഇത് വിചാരിച്ചാൽ എളുപ്പത്തിൽ നടക്കും. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പിടിക്കും. ആരെ പിടുത്തത്തിൽ ഏതാണ് പൊട്ടുക എന്ന് നമുക്ക് നോക്കാം. ഇതെന്താ ഉമ്മൻചാണ്ടി ഇപ്പോൾ കുടുംബാസൂത്രണം പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. 5 വർഷം ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചാൽ ഈ കുടുംബാസൂത്രണത്തിന് വേണ്ടി നീക്കിവെക്കുന്ന പൈസ വേണ്ടെന്ന് വെച്ച് പോലീസിന് കൊടുക്കാൻ പോവാണ്. ഇതാരാണ് ഇമാതിരി പരിപാടി പോലീസിന് പറഞ്ഞു കൊടുത്തത്? അടിയന്തരാവസ്ഥ കാലത്താണ് ഇമാതിരി ചിലത് നടന്നത്. പോലീസ് സ്റ്റേഷനിൽ ആളെ പിടിച്ചു കൊണ്ടുപോവുക, ഗരുഡൻ തൂക്കം, പമ്പാവാസം, കാവടിയാട്ടം, തൂക്കൽ, ഉരുട്ടൽ, അതൊക്കെ ഈ കേരളം നിർത്തി, ജനങ്ങൾ നിർത്തിച്ചു.
ആ സ്ഥാനത്താണ് സമരത്തിന് പോകുന്നവനെ പിടിച്ച് ഇമാതിരി പരിപാടി ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയാൽ സമരത്തിന് ആൾ വരില്ല എന്നാണോ ഉമ്മൻചാണ്ടി കണക്കുകൂട്ടിയിട്ടുള്ളത്? ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇടതുപക്ഷക്കാർ മസിൽ പവർ കൊണ്ട് ഇവിടെ കേരളത്തെ ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്തരുത് എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ പോലീസിന്റെ മസിൽ പവർ കാണിച്ചിട്ടും പോലീസിന്റെ ലാത്തി കാണിച്ചിട്ടും പോലീസിന്റെ തോക്ക് കാണിച്ചിട്ടും ഗ്രനേഡ് കാണിച്ചിട്ടും ഇടതുപക്ഷത്തെ കീഴ്പ്പെടുത്താമെന്നാണോ ഉമ്മൻചാണ്ടി കണക്കുകൂട്ടിയിട്ടുള്ളത്? വിലക്കയറ്റത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെയും സോളാർ സ്വർണ്ണ കള്ളക്കടത്ത് അധോലോക മാഫിയ ഭരണത്തിനുമെതിരെയും നിയമവാഴ്ച തകർക്കുന്ന പോലീസ് രാജിനെതിരെയും മതനിരപേക്ഷ ജനാധിപത്യ കേരളം വീണ്ടെടുക്കാൻ വമ്പിച്ച ജനമുന്നേറ്റം എന്ന രീതിയിലാണ് കാസർഗോഡ് മുതൽ തൃശൂർ വരെ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. നവംബർ 13 ജാഥ തൃശൂരിൽ സമാപിക്കും. ടിപ്പർ ആൻഡ് എർത്ത് മൂവേഴ്സ് സമിതി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നവംബർ 4 പൊയിനാച്ചി രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇങ്ങനൊരു കർശന നിയന്ത്രണം ഗവൺമെൻറ് അധികാരിയുടെ ഭാഗത്ത് നിന്ന് ഇതിന്മേൽ ഉണ്ടായതുകൊണ്ട് തന്നെ നാട്ടിനകത്ത് വികസന കാര്യങ്ങളൊന്നും നടക്കാത്ത അവസ്ഥ ഒരു ഭാഗത്തുണ്ടാവുകയും മറുഭാഗത്ത് തൊഴിലില്ലായ്മ വല്ലാത്ത കണ്ട് രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങളിങ്ങനെ വ്യാപകമായിട്ട് കുന്നൊക്കെ ഇടിച്ചുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ പിടിക്കുന്ന കക്ഷികളല്ല. ചില സ്ഥലത്തിൻ്റെ ഉടമകൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും ടിപ്പറും JCBയും വാടകയ്ക്കാണ് പരമാവധി കൊടുക്കുന്നത്. അവർ പറഞ്ഞതിൻ്റെ പറ്റി ചിലപ്പോൾ അവരെ ഭൂമി നിരപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാടകയ്ക്ക് അവർ പറയുന്ന പ്രവൃത്തി ഏറ്റെടുത്ത് കൊടുക്കുന്നുണ്ടാവാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ മണ്ണിന് വലിക്കാൻ വേണ്ടി എവിടുന്ന് പെർമിഷനുമില്ല. മണ്ണ് വലിക്കാൻ ഏതെങ്കിലും അധികാരികൾ പെർമിഷൻ കൊടുക്കണ്ടേ? അവിടെ പോയാൽ പെർമിഷൻ കിട്ടും, ഇവിടെ പോയാൽ പെർമിഷൻ എടുത്ത് പറയുന്നുണ്ടെങ്കിലും എവിടെ സമീപിച്ച വില്ലേജ് ഒരു താലൂക്കുകാർ കളക്ടർ പറയും, എവിടെ നിന്ന് പോലും പെർമിഷൻ ലഭിക്കാത്ത അവസ്ഥയാണ് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ട് റവന്യൂ അധികാരികൾ, പോലീസ് അധികാരികളൊക്കെ തന്നെ വണ്ടികൾ പിടിച്ചാൽ തന്നെ ഞങ്ങൾ പറയുന്നത്, പിടിച്ചാൽ ഫൈൻ അടക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് നാമാത്രമായ രീതിയിൽ. എന്നാൽ ആ വണ്ടി സമയാസമയം RTOന് കൈമാറി റിലീസിനാവശ്യമായ നടപടി കാര്യങ്ങൾ സ്വീകരിക്കാതെ മാസങ്ങളോളം ഈ ബന്ധപ്പെട്ട താലൂക്ക് ഓഫീസിനകത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നാടിന്റെ വികസന പ്രക്രിയയിൽ അതിപ്രധാന പങ്ക് വഹിക്കുന്ന ടിപ്പറും എർത്ത് മൂവേഴ്സ് മിഷനും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരങ്ങളും പൊതുസമൂഹത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വിഭാഗമാണ് ഇന്നും. സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ ഭാഗമായി വായ്പയെടുത്ത് ഉപജീവന മാർഗത്തിനു വേണ്ടി തൊഴിലവസരങ്ങൾ സ്വയം സൃഷ്ടിച്ചവരാണ്. മണ്ണും മണലും കല്ലും ഭൂമിയുടെ വരദാനമാണെന്നിരിക്കെ ഇതിൻ്റെ ഖനനത്തിന് ശാസ്ത്രീയമായും ഫലപ്രദമായുള്ള നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. ഇത്തരം ചരക്ക് നീക്കത്തിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ പാസും അനുവദിക്കേണ്ടതാണ്. സർക്കാർ ഉത്തരവ് പ്രകാരം സ്പീഡ് ഗവർണർ ഘടിപ്പിച്ചിട്ടുള്ള ടിപ്പറുകൾക്ക് മാത്രം സ്കൂൾ സമയത്ത് സമയനിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അശാസ്ത്രീയമായ നിലപാടാണ്. ടിപ്പറുകളുടെ ടാക്സ് അടയ്ക്കുന്നതോടൊപ്പം തന്നെ ഈടാക്കുന്ന ഡ്രൈവർമാരുടെയും വാഹനങ്ങളുടെയും ക്ഷേമനിധി കോടിക്കണക്കിന് രൂപ ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഈ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കപ്പെടണമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊയിനാച്ചി രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ജില്ലാ കൺവെൻഷൻ K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ രാഘവൻ വെളുത്തോളി, KK ചന്ദ്രൻ പനയാൽ, VV സന്തോഷ് മധുരമ്പാടി, രാജൻ മധുരമ്പാടി, ഹരിശ്രീ ശശി എന്നിവർ സംബന്ധിച്ചു. ജവഹർ ബാലജനവേദി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചങ്ങാതിക്കൂട്ടം 2013 കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ വെച്ച് നടന്നു. പ്രമുഖ സംഗീതജ്ഞൻ വിഷ്ണുഭട്ട് വെള്ളിക്കോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റുള്ളവർ എങ്ങനെ കരുതുന്നു എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാവാം എനിക്ക് ഇങ്ങനെയുള്ള വേദികളിലേക്ക് വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആദ്യം തന്നെ ഈ ചങ്ങാതിക്കൂട്ടം 2013 വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കട്ടെ. हृदय से निकले प्यार की बूंदें, प्रकट करे हम सबसे प्यार. हृदय से निकले प्यार की बूंदें, प्रकट करे हम सबसे प्यार. बरस रहेंगे स्नेह की बूंदें,
ബ്ലോക്ക് ചെയർമാൻ ചന്ദ്രൻ പനങ്കാവ് അധ്യക്ഷത വഹിച്ചു. വിനോദ് കുമാർ പള്ളയിൽ വീട്, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് MK ബാബുരാജ്, ജില്ലാ ചെയർമാൻ നിശാന്ത് കല്ലിങ്കാൽ, പ്രവീൺ തോയമ്മൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അഡ്വക്കേറ്റ് K പത്മനാഭൻ സ്വാഗതവും ഷാജി കവ്വായി നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില തുടർച്ചയായ 4ാം ദിവസവും താഴ്ന്നു. ശനിയാഴ്ച 160 രൂപ താഴ്ന്ന് 22,400 രൂപയിലെത്തി. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 2,800 രൂപയായി. ഇതോടെ രണ്ടാഴ്ചക്കിടെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. അന്താരാഷ്ട്ര വിപണിയുടെ ചൂട് പിടിച്ചാണ് ഇവിടെയും വില താഴ്ന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ 1 ട്രോയ് ഔൺസ് സ്വർണത്തിന് $6.90 താഴ്ന്നത്. ഇതോടെ വില $1,315.80 നടി റീമ കല്ലിങ്കലും ആഷിഖ് അബുവും വിവാഹിതരായി. ലളിതമായ ചടങ്ങുകളോടെ കാക്കനാട് സബ് രജിസ്ട്രാർ ഓഫീസിലായിരുന്നു വിവാഹം. കാക്കനാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ തിങ്ങുകൂടിയ ജനക്കൂട്ടത്തിന്റെയും മാധ്യമപ്രവർത്തകരുടെയും ഇടയിലേക്ക് ഉച്ചയ്ക്ക് 12:30 പീരാജീവൻപിയുടെ വാഹനത്തിലാണ് ആഷിഖും റിമയും വിവാഹത്തിനായി എത്തിയത്. ലളിതമായ വേഷവിധാനത്തോടെ എത്തിയ ഇരുവരെയും വൻ ജനാവലിയാണ് സ്വീകരിച്ചത്. തുടർന്ന് കാക്കനാട് സബ് രജിസ്ട്രാർ AA മുഹമ്മദ് ഹബീബുള്ളയ്ക്ക് മുന്നിൽ ആഷിഖ് അബുവും റിമയും 3 വട്ടം വിവാഹത്തിന് സമ്മതമാണെന്ന് നിയമപ്രകാരം ഏറ്റു പറഞ്ഞു. റീമ കല്ലിങ്കൽ എന്ന ഞാൻ ആഷിഖ് അബുവിനെ നിയമാനുസൃതമായി ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. റീമ കല്ലിങ്കൽ എന്ന ഞാൻ ആഷിഖ് അബുവിനെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. പിന്നീട് വിവാഹ ഉടമ്പടിയിൽ ഇരുവരും ഒപ്പുവെച്ചു. ആഷിഖിന്റെ സഹോദരൻ ആബിദ്, രമയുടെ സഹോദരൻ അഭിലാഷ്, ഇരുവരുടെയും സുഹൃത്ത് സന്തോഷ് എന്നിവർ സാക്ഷികളായി. വിവാഹശേഷവും സിനിമയിൽ അഭിനയിക്കുമെന്ന് റിമ കല്ലിങ്കൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിവാഹത്തിനെത്തിയ എല്ലാവരോടും ആഷിഖ് അബു നന്ദി പറഞ്ഞു. നടന്മാരായ കുഞ്ചൻ, മണിയമ്പിള്ള രാജു, രവീന്ദ്രൻ തുടങ്ങിയ നിരവധി സിനിമാ പ്രവർത്തകർ ഇരുവരെയും അഭിനന്ദിക്കാനെത്തിയിരുന്നു. വിവാഹത്തിന് ആഡംബരങ്ങൾ ഒഴിവാക്കി അതിന് വെച്ച തുക കഴിഞ്ഞ ദിവസം ഇരുവരും ക്യാൻസർ രോഗികൾക്ക് കൈമാറിയിരുന്നു. ഇനി ഒരിടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാട് പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ്, ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മുഖപത്രമായ ക്ഷേത്രശക്തി മാസികയുടെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ മന്ദിരത്തിൽ വെച്ച് നടന്നു. മാസികയുടെ ആദ്യപ്രതി ഡോക്ടർ സൂരജ് എസ് നമ്പ്യാർക്ക് നൽകിക്കൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം കാസർഗോഡ് ജില്ലാ സംഘചാലക് കെ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഒരു ഭാഗത്ത് ക്ഷേത്രത്തോട് ആഭിമുഖ്യമുണ്ട്, സത്യമാണ്. ഞാൻ പറഞ്ഞു, ഒരുപാട് ക്ഷേത്രങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്, ഒരുപാട് നന്നായിട്ട് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ ചിലവാക്കുന്നുണ്ട്, ധാരാളം ഭക്തന്മാരവിടെ പോകുന്നുണ്ട്, ധാരാളം കാണിക്ക ഇടുന്നുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രം ഇങ്ങനെ വളർന്നു വരുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ മാറ്റമൊന്നും ഉണ്ടാകും. അത് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസക്തി മനസ്സിലാക്കാൻ സാധിക്കും. സമൂഹത്തിൽ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ആരാധന ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുകയും പിന്നെ അത് അവിടെ പോയി പൂജ ചെയ്യുകയും നമ്മുടെ ഇത് പറയുകയും നമ്മുടെ വിഷമങ്ങൾ ഇറക്കി വെക്കുകയും ചെയ്യൽ മാത്രമാണോ? അത് ഉപരി ഈ സമൂഹത്തെ മുഴുവൻ തന്നെ ഒരുമിച്ച് നിർത്താനും പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും അതേപോലെ ഒരുമിച്ചും നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും പരിശ്രമിക്കാനുള്ള മനോഭാവമുള്ളവരാക്കി മാറ്റലും ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്ന സമയത്ത് അവിടെയാണ് ഞാൻ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. ടിപ്പർ ആൻഡ് എർത്ത് മൂവേഴ്സ് സമിതി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നവംബർ 4 പൊയിനാച്ചി രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ജവഹർ ബാലജനവേദി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ സംഘടിപ്പിച്ച ചങ്ങാതിക്കൂട്ടം വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില തുടർച്ചയായ 4ാം ദിവസവും താഴ്ന്നു. ശനിയാഴ്ച 160 രൂപ താഴ്ന്ന് 22,400 രൂപയിലെത്തി.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.